Hello my dear students, welcome to chemistry class. Last day we start our second chapter named chemical bonding. There are two types of chemical bonding, ionic bonding and covalent bonding. Last day we discussed about ionic bonding. അല്ലേ നമ്മൾ magnesium fluoride, magnesium oxide, sodium chloride, സോഡിയം ഓക്സൈഡ് അതിൻ്റെയൊക്കെ കെമിക്കൽ ബോണ്ടിങ് അയോണിക് ബോണ്ടിങ് എങ്ങനെയാണ് വരുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോവാലന്റ് ബോണ്ടിങ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ടൈപ്പ് ബോണ്ടിങ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അയോണിക് ബോണ്ടിങ്ങും കോവാലന്റ് ബോണ്ടിങ്ങും. അപ്പോൾ കോവാലന്റ് ബോണ്ടിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കോവാലന്റ് ബോണ്ടിങ്. അയോണിക് ബോണ്ടിങ്ങിൽ എങ്ങനെയായിരുന്നു? In ionic bonding, electrons are transferred from one atom to other. അല്ലേ, ഒരു ആറ്റം എന്ത് ചെയ്യുന്നു, അതിൻ്റെ അടുത്ത് അധികമുള്ള ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു. മറ്റേ ആറ്റം എന്ത് ചെയ്യുന്നു, ആ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു അയോണിക് ബോണ്ടിങ്ങിൽ എന്തുണ്ടാവുന്നത്, കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് അല്ലേ. എന്നാൽ കോവാലന്റ് ബോണ്ടിങ്ങിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് അല്ല നടക്കുന്നത്. എന്താണ് പിന്നെ നടക്കുന്നത്? ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ അനിയന്മാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു സാധനമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് രണ്ടുപേർക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. ഷെയർ ചെയ്യൂല എന്ത് സാധനം ആയാലും. അതുപോലെ സ്കൂളിൽ വന്നാൽ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ പെൻസിലോ റബ്ബറോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറില്ലേ. അപ്പം ഇവിടെ അതുപോലെ നമ്മുടെ ആറ്റംസിനിടയിലും ഒരു ഷെയറിംഗ് ആണ് നടക്കുന്നത്. എന്താണ് ആറ്റംസ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക? അവരുടെ കയ്യിലുള്ളത് എന്താണ്, ഇലക്ട്രോൺസ് ആണ് അല്ലെ. അപ്പം ആറ്റംസ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. അയോണിക് ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തിരുന്നത് അല്ലെ. അധികം ഉണ്ടായിരുന്നതിനെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ കോവാലന്റ് ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് കോവാലന്റ് ബോണ്ടിങ്, എങ്ങനെയാണ് ആറ്റംസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഫ്ലൂറിൻ അല്ലെ. ഫ്ലൂറിൻ എങ്ങനെയാണ്, ഡയാറ്റോമിക് മോളിക്യൂൾ ആണ് അല്ലെ. രണ്ട് ഫ്ലൂറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഫ്ലൂറിൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ, എങ്ങനെയാണ് രണ്ട് ഫ്ലൂറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഫ്ലൂറിൻ മോളിക്യൂളിന്റെ ബോർ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലേ. അറ്റോമിക് നമ്പർ ഓഫ് ഫ്ലൂറിൻ എത്രയാണ്, 9 ആണ് അല്ലെ. അറ്റോമിക് നമ്പർ ഓഫ് ഫ്ലൂറിൻ 9 ആണ്. Then electronic configuration will be 2, 7 അല്ലേ. നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 7 ആണ് വരിക. Then how many more electrons are needed for fluorine atom to attain octet configuration? എന്താണ് octet configuration? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു എലമെന്റിന് എന്ത് ചെയ്യും, ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ കിട്ടുകയും ആ എലമെന്റ് സ്റ്റേബിൾ ആവുകയും ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ ക്ലോറിൻ ആറ്റത്തിന് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസ് കൂടി ആവശ്യമാണ്? 7 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ക്ലോറിൻ ആറ്റത്തിന് അതിന്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ 1 ഇലക്ട്രോൺ ആണ് വേണ്ടത് അല്ലെ. അപ്പം ഈ ഫ്ലൂറിൻ ആറ്റത്തിന് അതിന്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഫ്ലൂറിൻ ആറ്റത്തിന് 2 ഫ്ലൂറിൻ ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്യുന്നത് അല്ലെ. 2 ഫ്ലൂറിൻ ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് ഒരു ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പം ഇവിടെയുള്ള 2 ഫ്ലൂറിൻ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺസിനെ അല്ലേ വേണ്ടത് അല്ലെ. ഓരോ ഇലക്ട്രോൺസിനെ കിട്ടിയാലാണ് അവർക്ക് എന്ത് ചെയ്യാ, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഇവിടെ ഇവര് തമ്മിൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യോ? ഒരു ഫ്ലൂറിൻ ആറ്റം മറ്റേ ഫ്ലൂറിൻ ആറ്റത്തിന് ഇലക്ട്രോൺസിനെ കൊടുക്കോ? ഇല്ല. കാരണം എന്താ, 2 പേർക്കും ഇലക്ട്രോൺസിന് ആവശ്യമുണ്ട്. അപ്പൊ 2 പേരും ഇലക്ട്രോൺസിനെ കൊടുക്കാൻ റെഡിയല്ല. പിന്നെ അവരെന്ത് ചെയ്യും? ഹൗ ടു ഫ്ലൂറിൻ ആറ്റംസ് അറ്റൈൻ ആൻ ഒക്റ്ററ്റ് അറേഞ്ച്മെന്റ്? അവരെങ്ങനെയാണ് ഒക്റ്ററ്റ് അറേഞ്ച്മെന്റ് നേടുന്നത്? ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. കൊടുക്കാൻ നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും അല്ലെ. അപ്പൊ ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഫ്ലൂറിൻ ആറ്റംസ് അറ്റൈൻ ആൻ ഒക്റ്ററ്റ് അറേഞ്ച്മെന്റ്. എങ്ങനെയാണ് ഷെയറിംഗ് നടക്കുന്നത് നോക്കാം ഇലക്ട്രോൺസിന്റെ. ഫ്ലൂറിൻ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ. അതുപോലെ 2 ഫ്ലൂറിൻ ആറ്റത്തിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആണ്. അപ്പൊ ഇവരെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് നോക്കൂ. ഈ ഫ്ലൂറിൻ ആറ്റത്തിന്റെ 1 ഇലക്ട്രോണും അടുത്ത ഫ്ലൂറിൻ ആറ്റത്തിന്റെ 1 ഇലക്ട്രോണും എന്ത് ചെയ്യുന്നു, ഇവർ 2 പേരും കൂടി ഷെയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഷെയറിംഗ് വരയ്ക്കുന്നത്. ഇപ്പൊ നോക്കൂ,
ഈ റൗണ്ടിന്റെ ഉള്ളിൽ 2 ഇലക്ട്രോണെ ആക്കി കഴിഞ്ഞാൽ ഏത് ഫ്ലൂറിൻ ആറ്റം എടുത്താലും ആ ഫ്ലൂറിൻ ആറ്റത്തിന് 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. നമ്മൾ ഫസ്റ്റ് ഫ്ലൂറിൻ ആറ്റം എടുക്കുമ്പോൾ അതിന് ചുറ്റും 8 ഇലക്ട്രോൺസ് ഉണ്ട്. സെക്കൻഡ് ഫ്ലൂറിൻ ആറ്റത്തിനും അതിന് ചുറ്റും 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു അല്ലെ. ഫ്ലൂറിൻ ആറ്റങ്ങൾ തമ്മിൽ അവരുടെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് ഒക്ടറ്റ് അറേഞ്ച്മെന്റ് നേടി. What happened during the formation of fluorine molecule? Electron transfer or electron sharing? ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണോ നടന്നത്, ഇലക്ട്രോൺ ഷെയറിംഗ് ആണോ നടന്നത്? ഷെയറിംഗ് ആണല്ലേ. ആരും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, ഇലക്ട്രോൺസിനെ സ്വന്തമായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അവരെന്താണ് ചെയ്തത്? ഷെയറിംഗ് ആണ് ചെയ്തത്. How many pair of electrons are shared? എത്ര പെയർ ഇലക്ട്രോൺസ് ആണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഷെയർഡ് എത്രയാണ്? 2 ആണ് അല്ലെ. 2 ഇലക്ട്രോൺസ് ആണ്. ഈ 2 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്ര പെയർ ആണ്? 1 പെയർ ആണ് അല്ലെ. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പൊ 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. The chemical bond formed as a result of sharing of electrons between the combining atoms is called covalent bond. അതായത് എന്ത് ചെയ്യാണ്? 2 ആറ്റംസിന്റെ ഇടയിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന കെമിക്കൽ ബോണ്ടിനെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. നേരത്തെ അയണിക് ബോണ്ടിങ്ങിൽ എന്തായിരുന്നു? ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്ഫറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ് ഈസ് കോൾഡ് ആൻ അയണിക് ബോണ്ട്. ബട്ട് എ കോവാലന്റ് ബോണ്ട് എന്താണ്? The chemical bond formed as a result of sharing of electrons between the combining atoms is called covalent bond. Combine ചെയ്യുന്ന 2 ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഫ്ലൂറിന്റെ ഫോർമേഷനിൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലോ ഷെയർ ചെയ്തിട്ടുള്ളത്. 1 pair of electrons is shared in the formation of fluorine molecule. Hence, the bond is a single bond. 1 pair of electrons ആണ് ഇവിടെ ഫ്ലൂറിൻ ആറ്റത്തിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൂറിൻ ഉള്ളത് ഒരു സിംഗിൾ ബോണ്ട് ആണെന്ന് പറയാം. സിംഗിൾ വൺ പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലേ. ഇപ്പൊ നമ്മൾ സിംഗിൾ ബോണ്ട് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് സിംഗിൾ ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ലൈക്ക് ദിസ്. അതായത് 2 ഫ്ലൂറിൻ ആറ്റത്തിന്റെ സിംബലിന് നടുവിലായിട്ട് നമ്മൾ ഒരു സിംഗിൾ ബോണ്ട് വരയ്ക്കുന്നു. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈന്, ഒരു ചെറിയ ലൈൻ, സിംഗിൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് ഈ ആറ്റംസിനിടയിൽ എന്താണ്? ഒരു സിംഗിൾ ബോണ്ട് ആണുള്ളത്. ഇവര് 1 പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് സിംഗിൾ ബോണ്ട് ആണ്. 1 പെയറിന് ഈ ഒരു ലൈന് സൂചിപ്പിക്കുന്നത് 1 പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ്. അപ്പൊ ഫ്ലൂറിൻ ആറ്റത്തിന് 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അവിടെ ഉള്ളത് സിംഗിൾ ബോണ്ട് ആണ്. ഫ്ലൂറിൻ ആറ്റത്തിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത്. അത് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേറൊരു മോളിക്യൂളാണ് ക്ലോറിൻ അല്ലെ. ഒരു എലമെന്റ് ആണ് ക്ലോറിൻ. ക്ലോറിനും എന്ത് മോളിക്യൂളാണ്? ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. Cl2 അല്ലെ. 2 ക്ലോറിൻ ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് 17. Then electronic configuration will be 2, 8, 7. How many electrons are needed for chlorine atom to attain octet configuration? There are 7 electrons in the outermost shell അല്ലെ. അപ്പം ഒക്ടറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പൊ 1 more electron is needed അല്ലെ. ഒരു ഇലക്ട്രോൺ കൂടിയാണ് ഒരു ക്ലോറിൻ ആറ്റത്തിന് വേണ്ടത്. ഇങ്ങനെയുള്ള 2 ക്ലോറിൻ ആറ്റംസ് ആണല്ലോ കമ്പൈൻ ചെയ്യുന്നത് ക്ലോറിൻ മോളിക്യൂളിൽ. അപ്പൊ 2 ക്ലോറിൻ ആറ്റത്തിനും ഓരോ ഇലക്ട്രോണിനെയാണ് വേണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, കാരണം 2 പേർക്കും ആവശ്യമുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോൺസിന് വീതം അവർ ഷെയർ ചെയ്യും. അപ്പൊ നോക്കൂ, ക്ലോറിൻ ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 7 ഇലക്ട്രോൺസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് ക്ലോറിൻ ആറ്റത്തിന്റെ 7 ഇലക്ട്രോൺസും. ഇവര് 2 പേരും എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. ഓരോ ഇലക്ട്രോൺസിന് 2 ആറ്റത്തിലുമുള്ള ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. അതിന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ 2 ക്ലോറിൻ ആറ്റത്തിനും എന്തായി? 2, 8, 8 കോൺഫിഗറേഷൻ ആയല്ലോ. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി, സ്റ്റേബിൾ ആയി. ഇങ്ങനെയാണ് ഒരു Cl2 മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹൗ മെനി പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ്? എത്ര പെയർ ഇലക്ട്രോൺ ആ ഷെയർ ചെയ്തത്? 2 ഇലക്ട്രോൺസ് ആണ് അല്ലെ. അപ്പം എത്ര പെയർ ആണ്? 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഹെൻസ് ഇറ്റ് ഈസ് എ സിംഗിൾ ബോണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു സിംഗിൾ ബോണ്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Cl സിംഗിൾ ബോണ്ട് Cl അല്ലെ. 2 Cl-ന് ഇടയിൽ ഒരു സിംഗിൾ ലൈൻ. ഈ സിംഗിൾ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് 1 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു എന്നാണ്. എലമെന്റ് ഓക്സിജൻ. ഓക്സിജൻ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ് അല്ലെ.
Two oxygen atoms combine to form an oxygen molecule. Then atomic number of oxygen is equal to 8. Then electronic configuration will be 2, 6. How many electrons are needed for oxygen atom to attain an octet configuration? There are 6 electrons in the outermost shell. Hence, 2 more electrons are needed. അല്ലേ? 2 more electrons are needed for completing octet configuration. അപ്പോൾ ഓരോ ഓക്സിജൻ ആറ്റത്തിൽ 2 ഓക്സിജൻ ആറ്റംസ് അല്ലേ ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. അതിൽ ഓരോ ഓക്സിജൻ ആറ്റത്തിലും 2 ഇലക്ട്രോൺസിനെ കൂടി വേണം അല്ലേ. അപ്പൊ അവര് പരസ്പരം ട്രാൻസ്ഫർ ചെയ്യോ? ഇല്ല. കാരണം 2 പേർക്കും എന്ത് വേണം? 2 ഇലക്ട്രോൺസിനെ വേണം. അപ്പൊ എന്ത് ചെയ്യും? 2 ഓക്സിജൻ ആറ്റംസും അവരുടെ 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അപ്പൊ മൊത്തത്തിൽ 4 ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഇൻ ബിറ്റ്വീൻ 2 ഓക്സിജൻ ആറ്റംസ് അല്ലെ. ഓരോ ഓക്സിജൻ ആറ്റത്തിന്റെയും 2 ഇലക്ട്രോൺസ്. അപ്പൊ ടോട്ടൽ 4 ഇലക്ട്രോൺസ് അവരെന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. നോക്കൂ, ഓക്സിജൻ ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 6 ഇലക്ട്രോൺസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് അനദർ ഓക്സിജൻ ആറ്റത്തിന്റെയും 2 ഓക്സിജൻ ആറ്റത്തിന്റെയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇവരെന്ത് ചെയ്യുന്നു? ഈ 2 ഇലക്ട്രോൺസും സെക്കൻഡ് ഓക്സിജന്റെ 2 ഇലക്ട്രോൺസും കൂടിയിട്ട് 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. 4 ഇലക്ട്രോൺസിന് ഷെയർ ചെയ്തത് കാണിച്ചിട്ടുള്ളത് നോക്കൂ. ഈ ഓക്സിജന്റെ റൗണ്ടിൽ ഈ ഓക്സിജന്റെ 2 ഇലക്ട്രോൺസ് കൂടി ഉൾപ്പെടുത്തി. അതുപോലെ സെക്കൻഡ് ഓക്സിജന്റെ റൗണ്ടിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? നമ്മള് ആദ്യത്തെ ഓക്സിജന്റെ 2 ഇലക്ട്രോൺസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇതുപോലെ വരച്ചു. അപ്പൊ ഇവിടെ 2 ഓക്സിജൻ ആറ്റത്തിനും ഔട്ടർമോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയി. Then how many pair of electrons are shared by oxygen atoms? 2 pair of electrons അല്ലെ. ടോട്ടൽ 4 ഇലക്ട്രോൺസ് ആണ്. അതായത് 2 pair of electrons. Covalent bond formed by sharing of 2 pair of electrons is a double bond. അപ്പൊ നേരത്തെ 1 pair of electrons ആണ് ഷെയർ ചെയ്തതെങ്കിൽ നമ്മൾ സിംഗിൾ ബോണ്ട് ആണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ covalent bond formed by sharing of 2 pair of electrons is a double bond. അപ്പൊ ഇവിടെ 2 ഓക്സിജൻ ആറ്റത്തിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ആണുള്ളത് എന്ന് പറയാം. കാരണം 2 pair of electronsന് ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ലൈക്ക് ദീസ്. അതായത് 2 ഓക്സിജൻ ആറ്റത്തിന്റെ സിമ്പൽ എഴുതുന്നു. അതിന് നടുവിലായിട്ട് നമ്മൾ 2 ലൈൻസ് ഇടുന്നു. ഈ 2 ലൈൻസിൽ ഓരോ ലൈൻസും 1 pair of ഇലക്ട്രോണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 2 ലൈൻസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ അർത്ഥം? 2 pair of ഇലക്ട്രോൺസിനെയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്നാണ് അർത്ഥം. അപ്പം സിംഗിൾ ബോണ്ട് പഠിച്ചു, ഡബിൾ ബോണ്ട് പഠിച്ചു. ഇനി അനദർ മോളിക്യൂൾ നൈട്രജൻ മോളിക്യൂൾ N2 മോളിക്യൂൾ എങ്ങനെയാണ് നോക്കാം. നൈട്രജൻ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണല്ലേ. അപ്പൊ 2 നൈട്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 7. Then electronic configuration is 2, 5. How many electrons are needed for nitrogen atom to attain an octet configuration? There are 5 electrons in the outermost shell. Then 3 more electrons are needed to attain octet configuration. How many electrons are needed for nitrogen atom to attain octet configuration? Yes, it is 3. അല്ലെ. 3 ഇലക്ട്രോൺസ് കൂടി കിട്ടിയാൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആവില്ലേ. അപ്പൊ ഇവിടെ 2 നൈട്രജൻ ആറ്റത്തിനും 3 ഇലക്ട്രോൺസിനെ കൂടെ വേണം. അവരെന്താ ചെയ്യാ? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. എത്ര ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും? ഇപ്പൊ നൈട്രജൻ ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റിലുള്ള 5 ഇലക്ട്രോൺസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് അടുത്ത നൈട്രജന്റെ 5 ഇലക്ട്രോൺസ്. ഇവർ രണ്ടുപേരും 3 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. ആദ്യത്തെ നൈട്രജൻ ആറ്റത്തിലെ 3 ഇലക്ട്രോൺസും രണ്ടാമത്തെ നൈട്രജൻ ആറ്റത്തിലെ 3 ഇലക്ട്രോൺസും കൂടിയിട്ട് 6 ഇലക്ട്രോൺസിനെ ഇവരെന്ത് ചെയ്യാണ്? പരസ്പരം ഷെയർ ചെയ്യാണ് അല്ലെ. കണ്ടില്ലേ? ഷെയർ ചെയ്തത് വരച്ചിട്ടുള്ളത് പിക്ചറിൽ നോക്കൂ. 3 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാണ്? മറ്റേ നൈട്രജന് കൂടി കൊടുക്കുകയാണ്. അപ്പൊ 2 പേരും കൂടി ഷെയർ ചെയ്തു. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. How many pair of electrons are shared? Total 6 electrons ആണ് ഷെയർ ചെയ്തത്. അതായത് എത്ര പേരാണ്? 3 pair of electrons അല്ലെ. Hence covalent bond formed by sharing of 3 pair of electrons is a triple bond. അപ്പൊ 2 pair of electrons ഷെയർ ചെയ്തപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 3 pair of electrons ആണ് ഷെയർ ചെയ്തത്. അപ്പൊ ഇറ്റ് ഈസ് എ ട്രിപ്പിൾ ബോണ്ട് അല്ലെ. എങ്ങനെയാണ് ട്രിപ്പിൾ ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യുക? ഇപ്പൊ ഡബിൾ ബോണ്ടിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? 2 pair of ഇലക്ട്രോൺസിനെ 2 ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഇവിടെ ട്രിപ്പിൾ ബോണ്ടിൽ നമ്മൾ 3 ലൈൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺസ് ഇടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? നൈട്രജന്റെ ഇടയിൽ എന്ത് ചെയ്യുക? 3 ലൈൻസ് ഇതുപോലെ ഇടുക. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? ഓരോ ലൈൻസും 1 pair of ഇലക്ട്രോൺസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ 3 pair of ഇലക്ട്രോൺസിനെയാണ് ഇവിടെ ഷെയർ ചെയ്തത്. ഓക്കെ അല്ലേ?
ഇനി നമുക്കിപ്പോൾ ചെയ്തിട്ടുള്ള കോവാലന്റ് ബോണ്ടിങ്ങിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. Molecule of elements, number of electron pairs shared, covalent bond. F2 അല്ലേ നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ ഷെയർഡ് എത്രയായിരുന്നു? 1 ഇലക്ട്രോൺ പെയർ ആണ് അല്ലെ. അപ്പൊ 1 ഇലക്ട്രോൺ പെയർ ആവുമ്പോൾ അവിടെ അതിനിടയിലുള്ള ബോണ്ട് ഇറ്റ് ഈസ് എ സിംഗിൾ ബോണ്ട്. Then Cl2, ക്ലോറിന് എത്ര ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്തത്? എത്ര പെയർ ആണ്? 1 പെയർ ഓഫ് ഇലക്ട്രോൺ. Hence it is a single bond. O2 മോളിക്യൂളിൽ രണ്ട് ഓക്സിജൻ ആറ്റത്തിനിടയിൽ എത്ര ഇലക്ട്രോൺ പെയർ ആണ് ഉണ്ടായിരുന്നത്? 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തത്. അപ്പൊ ഇറ്റ് ഈസ് എ ഡബിൾ ബോണ്ട്. Then N2 മോളിക്യൂൾ, there are 3 pair of electrons are shared അല്ലെ. ടോട്ടൽ 6 ഇലക്ട്രോൺസ്, അതായത് 3 pair of electrons ഷെയർ ചെയ്തിരുന്നു. അപ്പൊ ഇറ്റ് ഈസ് എ ട്രിപ്പിൾ ബോണ്ട് അല്ലെ. ഇങ്ങനെയാണ് കോവാലന്റ് ബോണ്ടിങ്ങിൽ തന്നെ ഷെയർ ചെയ്ത ഇലക്ട്രോൺ പെയേഴ്സിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ എങ്ങനെയാണെന്നത് മനസ്സിലായല്ലോ അല്ലെ. ഇപ്പൊ നമ്മളെല്ലാം എലമെന്റ്സിന്റെ മോളിക്യൂൾസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് കോമ്പൗണ്ട്സിൽ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്യുന്നത് അല്ലെ. നേരത്തെ നമ്മൾ പഠിച്ചതിലൊക്കെ സെയിം എലമെന്റ് അല്ലായിരുന്നോ? ഇനി ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡ് HCl അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് HCl ഹൈഡ്രജനും ക്ലോറിനും, ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിൻ ആറ്റവും ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 അല്ലെ. Atomic number of chlorine is 70. Its electronic configuration is 287. How many pair of ഇവിടെ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 ആണ്. അതായത് ഹൈഡ്രജൻ ആകെ ഒരു ഷെല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. K ഷെല്ല് മാത്രമേ ഉള്ളൂ അല്ലെ. അതിൽ മാക്സിമം 2 ഇലക്ട്രോൺസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇനി ഒരു ഇലക്ട്രോണിനെ കൂടി അക്കോമഡേറ്റ് ചെയ്താൽ ഹൈഡ്രജൻ എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. ക്ലോറിൻ ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടിയാൽ അതിനെന്ത് ചെയ്യും? ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും, സ്റ്റെബിലിറ്റി കിട്ടും. അപ്പൊ ഹൈഡ്രജൻ ആയാലും ക്ലോറിൻ ആയാലും എന്താണ്? ഒരു ഇലക്ട്രോണിനെയാണ് വേണ്ടത്. ഇവർക്ക് രണ്ടുപേരും ആവശ്യക്കാരായതുകൊണ്ട് ഇവർ ട്രാൻസ്ഫർ ചെയ്യില്ല, കാരണം രണ്ടുപേർക്കും ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. ഹൈഡ്രജൻ അതിന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് ഷെയർ ചെയ്യും. അതുപോലെ ക്ലോറിൻ അതിന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജനും ഷെയർ ചെയ്യും. അപ്പൊ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നോക്കൂ. ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഒരു ഇലക്ട്രോൺ, അതൊരു ഷെല്ല് തന്നെ ഉള്ളൂ, അതിലൊരു ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 7 ഇലക്ട്രോൺസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HCl ഇങ്ങനെ കിട്ടും. അപ്പം ഹൈഡ്രജന് 2 ആയി കോൺഫിഗറേഷൻ, ക്ലോറിന് 288 ആവും കോൺഫിഗറേഷൻ അല്ലെ. കണ്ടില്ലേ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണും ക്ലോറിന്റെ ഒരു ഇലക്ട്രോണും ഇവിടെ ഷെയർ ചെയ്തു. അപ്പൊ ഇവിടെ ഹൗ മെനി പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ്? 1 പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെ. 2 ഇലക്ട്രോൺസ് അല്ലെ, അപ്പൊ 1 പെയർ ഓഫ് ഇലക്ട്രോൺ. Then the covalent bond will be a single bond അല്ലെ. സിംഗിൾ ബോണ്ട് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? Hനും Cl രണ്ടിന്റെയും സിമ്പിളിനിടയിൽ ഒരു സിംഗിൾ ലൈൻ HCl ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കാർബൺ ടെട്രാക്ലോറൈഡ്, അത് കേട്ടിട്ടുണ്ടോ? CCl4. കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് CCl4, ഒരു കാർബണും 4 ക്ലോറിൻ ആറ്റവും ആണ് അവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ടാവുന്നത്. അതില് നമുക്ക് നോക്കാം എങ്ങനെയാണ് കാർബൺ ടെട്രാക്ലോറൈഡ് ഫോം ചെയ്യുന്നതെന്ന്. അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ എത്രയാണ്? 6 ആണ് അല്ലെ. അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഈക്വൽ ടു 6. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 2 4. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരെ? 2 4 അല്ലെ. 6 അല്ലെ, അപ്പൊ 2 4. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ നീഡഡ് ഫോർ കാർബൺ ആറ്റം ടു അറ്റൈൻ ഒക്ടറ്റ് കോൺഫിഗറേഷൻ? 4 ഇലക്ട്രോൺസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില്. അപ്പൊ ഇനി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 8 ആവണം. അപ്പൊ എത്ര ഇലക്ട്രോൺസ് കൂടി വേണം? 4 ഇലക്ട്രോൺസ് കൂടി വേണം അല്ലെ. ഇനി അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റം ഈസ് ഈക്വൽ ടു 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 287. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ നീഡഡ് ഫോർ ക്ലോറിൻ ടു അറ്റൈൻ ഒക്ടറ്റ് കോൺഫിഗറേഷൻ? യെസ്, 1 ഇലക്ട്രോൺ അല്ലെ. 7 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പൊ 1 ഇലക്ട്രോൺ കൂടി വേണം 8 ആവണമെങ്കിൽ. അപ്പം ഒരു കാർബൺ ആറ്റത്തിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 4 ഇലക്ട്രോൺസ് കൂടി ആവശ്യമുണ്ട്. ക്ലോറിൻ ആറ്റത്തിലാണെങ്കിൽ 1 ഇലക്ട്രോണിനെയാണ് ആവശ്യമുള്ളത്. കാർബണിന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലെ. അതുപോലെ ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ കാർബൺ 4 ക്ലോറിൻ ആറ്റവുമായിട്ടാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. എന്തില്? കാർബൺ ടെട്രാ ക്ലോറൈഡില്. ടെട്രാ എന്ന് പറഞ്ഞാൽ 4 ആണ്.
അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? കാർബൺ അതിന്റെ 4 ഇലക്ട്രോൺസിനെ 4 ക്ലോറിൻ ആറ്റംസുമായിട്ടാണ് ഷെയർ ചെയ്തത്. അപ്പം ഓരോ ക്ലോറിൻ ആറ്റവും എന്ത് ചെയ്യും? അതിന്റെ ഓരോ ഇലക്ട്രോണിനെ കാർബണുമായിട്ട് ഷെയർ ചെയ്യും. കാർബൺ അതിന്റെ 4 ഇലക്ട്രോൺസിനെയും 4 ക്ലോറിൻ ആറ്റത്തിന് ഷെയർ ചെയ്യും. അതുപോലെ ഓരോ ക്ലോറിൻ ആറ്റവും അതിന്റെ ഓരോ ഇലക്ട്രോണിനെ കാർബണുമായിട്ട് ഷെയർ ചെയ്യും. അതിന്റെ പിക്ചർ നോക്കൂ. കാർബണിന് 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ ഔട്ടർ മോസ്റ്റില്. അത് ഓരോ ക്ലോറിൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യാണ്. ഈ ക്ലോറിൻ ആറ്റത്തിന് ഓരോ ക്ലോറിൻ ആറ്റവും അതിന്റെ ഒരു ഇലക്ട്രോൺ കാർബണുമായിട്ടും ഷെയർ ചെയ്യുന്നു. അങ്ങനെ കാർബണിനും ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നു. ഫോർ ക്ലോറിൻ ആറ്റംസിനും അതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നു. ഇങ്ങനെയാണ് CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? കാർബൺ അതിന്റെ 4 ഇലക്ട്രോൺസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസിന് ക്ലോറിൻ ആറ്റംസുമായിട്ട് 4 ക്ലോറിൻ ആറ്റംസുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓരോ ക്ലോറിൻ ആറ്റവും അതിന്റെ ഓരോ ഇലക്ട്രോൺസിനെ കാർബണുമായിട്ടും ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് CCl4 ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഹൗ മെനി പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബൈ കാർബൺ ആറ്റം വിത്ത് ഈച്ച് ക്ലോറിൻ ആറ്റം? ഓരോ ക്ലോറിൻ ആറ്റവുമായിട്ടും കാർബൺ എത്ര പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടുള്ളത്? ഒരു ക്ലോറിൻ ആറ്റവുമായിട്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെ. അപ്പോൾ 1 പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് ഓരോ ക്ലോറിൻ ആറ്റവുമായിട്ടും ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഷെയർഡ് ബൈ കാർബൺ ആറ്റം വിത്ത് ഓൾ ദ ക്ലോറിൻ ആറ്റം? എല്ലാ ക്ലോറിൻ ആറ്റവുമായിട്ടും കൂടി കാർബൺ ടോട്ടൽ എത്ര പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ട്? 1 2 3 4 അല്ലെ. 4 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ടോട്ടൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓരോ ക്ലോറിൻ ആറ്റത്തിനായിട്ടും ഒരു പെയർ ഇലക്ട്രോൺ അല്ലേ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ കാർബണും ഓരോ ക്ലോറിൻ ആറ്റത്തിന്റെ ഇടയിലുമുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോണ്ട് ആയിരിക്കും അല്ലെ. കാരണം ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ അല്ലേ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഓരോ ക്ലോറിൻ ആറ്റം 4 ക്ലോറിൻ ആറ്റം അല്ലേ ഉള്ളത്. അതിൽ ഓരോ ക്ലോറിൻ ആറ്റവുമായിട്ടും ഒരു പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ സിംഗിൾ ബോണ്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. Cl. 4 ക്ലോറിൻ ആറ്റവുമായിട്ടും 4 സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതിൽ ഓരോ ബോണ്ട് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിന് 1 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ കാർബൺ ഈ ക്ലോറിനുമായിട്ട് 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്തു. അടുത്ത ക്ലോറിനുമായിട്ട് 1 പെയർ, ദെൻ നെക്സ്റ്റ് 1 പെയർ, നെക്സ്റ്റ് 1 പെയർ, അങ്ങനെ 4 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു. അതിന് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും മോളിക്യൂൾസിനെയാണ് നമുക്ക് കോവാലൻ ബോണ്ടിങ്ങിൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് വർക്ക് നമുക്ക് ചെയ്യാനുണ്ട് ചില കോമ്പൗണ്ട്സിന്റെ. അപ്പൊ കോവാലൻ ബോണ്ടിങ് എല്ലാവർക്കും മനസ്സിലായല്ലോ. സിമ്പിൾ ആണ്. അയണിക് ബോണ്ടിങ്ങിന്റെക്കാളും എളുപ്പമാണ്. ഇവിടെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. അത്രയും നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ, ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവരെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാം? ഷെയർ ചെയ്തിട്ട് വരയ്ക്കാവുന്നതാണ് അല്ലെ. അപ്പം കോവാലൻ ബോണ്ടിങ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Compounds formed by covalent bonding are called covalent compounds. കോവാലൻ ബോണ്ടിങ് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കോവാലൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. When non-metals combine together, covalent bond is formed. അതായത് മെറ്റൽസ് അധികവും അയോണിക് ബോണ്ടിങ് ആണ് ഫോം ചെയ്യുക. നോൺ മെറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കോവാലൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കോവാലൻ ബോണ്ടിങ് പഠിച്ചു. അതില് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ന് പഠിച്ചു അല്ലെ. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴിയാണ് കോവാലൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നത് പഠിച്ചു. പക്ഷെ ചില സമയത്ത് ഇപ്പൊ നമ്മൾ അനിയന്മാരായിട്ടൊക്കെ എന്തെങ്കിലും സാധനം ഷെയർ ചെയ്ത് കഴിഞ്ഞാലും തെറ്റുന്ന സമയത്ത് ഇത് മുഴുവൻ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചു വാങ്ങും അല്ലെ. അതുപോലെ ഫ്രണ്ട്സിന്റെ ഇടയിലായാലും ചില സമയത്ത് നമുക്ക് ഇതെല്ലാം എനിക്ക് തന്നെ വേണം, സ്വന്തമായിട്ട് വേണമെന്നൊരു തോന്നലുണ്ടാവും. അതുപോലെ നമ്മുടെ ആറ്റംസിനിടയിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിന് രണ്ടിന് എനിക്ക് തന്നെ വേണം എന്നുള്ളൊരു ടെൻഡൻസി രണ്ട് ആറ്റത്തിന്റെ ഇടയിലും ഉണ്ടാവും. അപ്പം ഈ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എലമെന്റിന്റെ ആറ്റത്തിന്റെ ടെൻഡൻസിയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ 1 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തപ്പോഴല്ലേ HCl ഫോം ചെയ്തത്. അപ്പൊ 2 ഇലക്ട്രോൺ ഇവർക്ക് 2 പേർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ ക്ലോറിൻ എന്ത് പറയും? ഇതിന് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ക്ലോറിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വലിക്കും. ഹൈഡ്രജൻ ഇങ്ങോട്ടും വലിച്ചു നോക്കും, പക്ഷെ ക്ലോറിന്റെ അത്ര ശക്തിയൊന്നും ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ചില ആറ്റങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചില ആറ്റങ്ങൾക്ക് കുറവായിരിക്കും.
അപ്പം ഇത്തരത്തില് ഒരു ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എലമെന്റിന്റെ കപ്പാസിറ്റിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. In a covalent bond, the relative ability of each atom to attract the shared pair of electrons towards itself is called electronegativity. ഷെയർ ചെയ്ത പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അവരവരുടെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ ടെൻഡൻസി എബിലിറ്റിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ചില ആറ്റത്തിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും, ചില ആറ്റംസിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. അപ്പൊ ഈ ആറ്റങ്ങളുടെ വിവിധ മൂലകങ്ങളുടെ എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ കുറിച്ച് ഒരുപാട് സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റിസർച്ചുകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ടാക്കി. ഇപ്പം ഇതിൽ 3-4 ശാസ്ത്രജ്ഞന്മാരുടെ പിക്ചേഴ്സ് കണ്ടില്ലേ. അപ്പൊ ഇവരൊക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ സംബന്ധിച്ച് റിസർച്ച് നടത്തിയിട്ട് ഓരോ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ടാക്കിയ ആൾക്കാരാണ്. ആരൊക്കെയാണ്? ലിനസ് പോളിംഗ്, മുള്ളിക്കൺ, സാൻഡേഴ്സൺ, ആൽഫ്രഡ് റോച്ചോ, ഇവരൊക്കെ കുറെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുകൾ ഉണ്ടാക്കി. എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് കണ്ടെത്തി അങ്ങനെ ഒരു ആപേക്ഷിക സ്കെയിലാണ്, റിലേറ്റീവ് സ്കെയിലാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. ഇപ്പൊ എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് വെച്ചിട്ട് സ്കെയിൽ ഉണ്ടാക്കിയവരാണ് ഈ സയന്റിസ്റ്റ്. അപ്പൊ ഇതില് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ടാക്കിയ ആളാണ് ലിനസ് പോളിംഗ് ഉണ്ടാക്കിയ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിലൊന്നുമില്ല, നമ്മുടെ പീരിയോഡിക് ടേബിൾ തന്നെ, അതിൽ എല്ലാ എലമെന്റ്സിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ഇതൊരു കമ്പാരിറ്റീവ് വാല്യൂ ആണ്, അതായത് ഓരോ എലമെന്റിനും വേറൊരു എലമെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്, അല്ലാതെ അങ്ങനെ എന്താ പറയാ എക്സ്പെരിമെന്റൽ വാല്യൂസ് എന്ന് പറയാൻ പറ്റൂല. ഇത് നമ്മൾ ഒരു ആപേക്ഷികമായിട്ട് റിലേറ്റീവ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് ഈ വാല്യൂസ് ഒക്കെ. അപ്പം എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ കുറിച്ചുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി എഴുതിയിട്ടുള്ള സ്കെയിൽസ് ഉണ്ടാക്കിയിട്ടുള്ളവരാണ് ഇവര്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലിനസ് പോളിംഗ് ഉണ്ടാക്കിയിട്ടുള്ള സ്കെയിലാണ്. ഇതാണ് ആ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയില്. ഇതിൽ ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഹൈഡ്രജന്റെ 2.20, ലിഥിയത്തിന്റെ 0.98, 0.93, സോഡിയം, അങ്ങനെ എല്ലാ എലമെന്റ്സിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കാണ്? ഒന്ന് നോക്കൂ. ഈ ടേബിളില്, നമ്മുടെ പീരിയോഡിക് ടേബിളില് നമ്മളെ എലമെന്റ്സിന്റെ ഇടയിൽ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിൻ ആണ്. എവിടെ ഫ്ലൂറിൻ? ഇതാണ്ടോ 3.98 ആണ് ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പം ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള എലമെന്റ് ആണ് ഫ്ലൂറിൻ. ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഈസ് ഫ്ലൂറിൻ. അല്ലേ? ഫ്ലൂറിൻ ഐ ആം ദ സ്ട്രോങ്ങർ വൺ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ ഫ്ലൂറിൻ ആണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെന്റ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ഫ്ലൂറിൻ ആണ്. ഇനി ഏറ്റവും കുറഞ്ഞ എലമെന്റ് ആരാ? ഏറ്റവും കുറഞ്ഞ എലമെന്റ് ഇവിടെ കാണാം, ഫ്രാൻസിയം. 0.7 ഉള്ള ഫ്രാൻസിയം ആണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ എലമെന്റ്. ഫ്രാൻസിയം ഈസ് ദ ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ? എന്തിനാണ് ഇപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ യൂസ് ചെയ്യുന്നത്? Electronegativity scale is used to determine whether a compound is ionic or covalent in nature. അതായത് നമുക്കൊരു കോമ്പൗണ്ട് കിട്ടിയാൽ അതിൽ അയോണിക് ബോണ്ടാണോ കോവാലന്റ് ബോണ്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ച കോമ്പൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് പറയാം ഇതിൽ അയോണിക് ബോണ്ടാണ്, ഇതിൽ കോവാലന്റ് ബോണ്ടാണ്. അല്ലാത്തൊരു കോമ്പൗണ്ട് തന്നാൽ അതിൽ അയോണിക് ബോണ്ടാണോ കോവാലന്റ് ബോണ്ടാണോ ഉള്ളത് എന്ന് നമുക്ക് അറിയണം. അതിനു വേണ്ടി നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ യൂസ് ചെയ്യാം. എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് നോക്കാം. If the difference in the electronegativity values of elements in a compound is 1.7 or more, the compound generally shows ionic character. And if it is less than 1.7, the compound generally shows covalent character. അതായത് നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിൽ 2 എലമെന്റ്സ് ഉണ്ടാവുമല്ലോ, 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടല്ലേ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ 2 എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവിലുള്ള ഡിഫറൻസ്, 2 എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ നമുക്ക് സ്കെയിലിൽ നിന്ന് കിട്ടും അല്ലെ? ആ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് 1.7 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അവരെന്തായിരിക്കും? അയോണിക് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുക, അയോണിക് ക്യാരക്ടർ ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും.
ഇനി ആ ഡിഫറൻസ് 1.7 കുറവാണെങ്കിൽ ദ കോമ്പൗണ്ട് ജനറലി ഷോസ് കോവാലന്റ് ക്യാരക്ടർ. കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുക ആ എലമെന്റ്സ് കോമ്പൗണ്ടിൽ, അത് കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും. അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്, നേച്ചർ ഓഫ് കോമ്പൗണ്ട്. ഈ ടേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് കോമ്പൗണ്ട് തന്നത് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്താ? CO ആണ് അല്ലെ? CO. അതിൽ കാർബണും ഓക്സിജനും ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ അറിയോ കാർബൺ മോണോക്സൈഡിൽ കോവാലന്റ് ബോണ്ടാണോ അയണിക് ബോണ്ടാണോ എന്ന്? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ കാർബണിന്റെയും ഓക്സിജന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കണം. കാർബണിന്റെത് എത്രയാണ്? 2.55. ഓക്സിജന്റെത് 3.44. അപ്പൊ നമുക്ക് ഡിഫറൻസ് മൈനസ് ചെയ്യാം. എപ്പോഴും വലിയ സംഖ്യയെന്ന് ചെറുതാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പൊ 3.44 മൈനസ് 2.55 ഈക്വൽ ടു 0.89 കിട്ടും. അപ്പൊ ഇത് 1.7 കുറവാണ് അല്ലെ? 1.7 കുറവാണെങ്കിൽ ഏത് ബോണ്ടായിരിക്കും? കോവാലന്റ് ആയിരിക്കും. അപ്പൊ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് സോഡിയം ക്ലോറൈഡ്, NaCl. NaCl നോക്കാം. സോഡിയവും ക്ലോറിനും ആണുള്ളത്. സോഡിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 0.93 ആണ്. ക്ലോറിന്റേത് 3.16. Then 3.16 minus 0.93 equal to 2.23. അല്ലെ? 2.23 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.7. Then ഇറ്റ് ഈസ് എ അയോണിക് ക്യാരക്ടർ ആയിരിക്കും അല്ലെ? സോഡിയം ക്ലോറൈഡിന് അയോണിക് ക്യാരക്ടർ ആയിരിക്കും, അയോണിക് ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ദെൻ മീഥൈൻ. മീഥൈൻ എന്ന് പറഞ്ഞാൽ CH4. അപ്പൊ അതിൽ കാർബണും ഹൈഡ്രജനും ആണുള്ളത് അല്ലെ? ഈ 4 ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. ഇപ്പൊ CH4 മീഥൈനിൽ കാർബണും ഹൈഡ്രജനും ആണുള്ളത്. കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.55, ഹൈഡ്രജന്റെ 2.20. അപ്പൊ നോക്കാം. 2.55 മൈനസ് 2.20 ഈക്വൽ ടു 0.35. 0.35 is less than 1.7. hence കോവാലന്റ് ബോണ്ട് അല്ലെ? കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും മീഥൈൻ കോമ്പൗണ്ടിന്. ദെൻ മെഗ്നീഷ്യം ക്ലോറൈഡ്, MgCl2. മെഗ്നീഷ്യവും ക്ലോറിനും ആണുള്ളത്. മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 1.31, ക്ലോറിൻ്റെത് 3.16. അപ്പം 3.16 മൈനസ് 1.31 ഈക്വൽ ടു 1.85. അപ്പൊ ഏത് ബോണ്ട് ആയിരിക്കും? 1.85 ഈസ് ഗ്രേറ്റർ ദാൻ 1.7. ഹെൻസ് ബോണ്ട് ഈസ് അയോണിക് അല്ലെ? ഇനി സോഡിയം ഓക്സൈഡ്. അപ്പൊ സോഡിയവും ഓക്സിജനും ആണുള്ളത് അല്ലെ? അപ്പൊ അവിടെ സോഡിയത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 0.93, ഓക്സിജന്റെ 3.44. അപ്പൊ ഇവിടെ 3.44 മൈനസ് 0.93 ഈക്വൽ ടു 2.51. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.7. hence അയോണിക് ബോണ്ട്. അപ്പൊ അയോണിക് ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഇതിൽ തരും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഇതൊരു 3 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് നല്ല എളുപ്പമാണ്. ആകെ അറിയേണ്ടത് എന്താണ്? 1.7 കൂടുതലാണെങ്കിൽ 1.7 അതിൽ കൂടുതലാണെങ്കിൽ അയോണിക് ബോണ്ട്, 1.7 കുറവാണെങ്കിൽ കോവാലന്റ് ബോണ്ട്. ആകെ നമുക്ക് രണ്ട് വാല്യൂസിനെ തമ്മിൽ എന്ത് ചെയ്യാനാണ്? കുറയ്ക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇത് എന്തായാലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പഠിച്ചത് കോവാലന്റ് ബോണ്ട് ആണ്. കോവാലന്റ് ബോണ്ടിൽ O2, F2, N2, Cl2 ഒക്കെ പഠിച്ചു. പിന്നെ HCl, കാർബൺ ടെട്രാക്ലോറൈഡ്, 3 എണ്ണത്തിലെയാണ് പഠിച്ചത്. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് പഠിച്ചു. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഓരോ ആറ്റത്തിന്റെയും എബിലിറ്റി ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്താണെന്ന് പഠിച്ചു. ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്കെയിലാണത്. അത് ഉപയോഗിച്ചിട്ട് അതിന്റെ പർപ്പസ് എന്താണ്? ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കോവാലന്റ് ബോണ്ടാണോ അയോണിക് ബോണ്ടാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ സ്കെയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.